വെൽക്കം ടു ടേക്ക് ടു പോഡ്കാസ്റ്റ് എപ്പിസോഡ് 4. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഡിസംബർ 17 അപ്പോൾ അത് ആക്ടർ ഇന്ദ്രജിത്തിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ആളെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ള രീതിയിൽ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഇന്ദ്രജിത്ത് സുകുമാരൻ. അപ്പോൾ ആളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര അണ്ടർ റേറ്റഡ് ഒരു ആക്ടറാണ്. അധികാരം ഇനിയും ഒരുപാട് ചെയ്യാണ്ട് പുള്ളിക്ക്, പക്ഷെ അധികം പറഞ്ഞു കേട്ടിട്ടില്ല പുള്ളിനെ. വെച്ചാൽ ഇടയിൽ കുറച്ച് ക്യാരക്ടേഴ്സിനെ പറയാന്നല്ലാണ്ട് ഒരു നായക സ്ഥാനത്തേക്ക് ആള് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാ പോലും ഇപ്പൊ മറ്റേ ചേകവരുന്നൊക്കെ പറഞ്ഞ സിനിമ, അതുപോലെ മറ്റേ കോളേജ് ഡേയ്സ്, അതൊരു മറ്റേ നൊസ്റ്റാൾജിക് ഒന്നുമില്ല ഒരു അത് അന്നത്തെ ഒരു കാലത്തുള്ള ഒരു ത്രില്ലർ പടം, കുറച്ച് ഹൊറർ എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു സാധനം. പക്ഷെ അതിലൊരു പാട്ടൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് ഭയങ്കര TV സൂര്യയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു നൊസ്റ്റാൾജിക് പടമാണ്. അപ്പൊ പുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ടൈം കഴിഞ്ഞപ്പോ പുള്ളി ഹീറോ എന്നുള്ളൊരു പരിപാടിയിൽ നിന്ന് മാറിയിട്ട് ഭയങ്കര സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ്, വില്ലൻ റോള്, അങ്ങനെയൊക്കെ കോമഡി ആൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും കോമഡി. പിന്നെ ഫസ്റ്റ് ആള് എനിക്ക് തോന്നുന്നു ഞാനാളെ ഫിലിമോഗ്രഫി നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ജയസൂര്യ വസ്ത്രത്തോടെ അതിലൊരു വില്ലൻ ക്യാരക്ടർ ആയിട്ടാണ് ഫസ്റ്റ് എൻട്രി ഓർമ്മയില് കണ്ടൊരു ഓർമ്മയിലുള്ള പടത്തില്. അതിന് മുമ്പ് ആള് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് പടത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഒരു മേജർ ഒരു പടത്തിൽ ത്രൂ ഔട്ട് വരുന്ന പോലത്തെ ഒരു റോൾ ഉള്ളത് ആ പടത്തിലാണ്. പിന്നെ ആള് അതിൽ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് വില്ലനായിട്ട് വന്നത്. പിന്നെ ആൾക്കൊരു ബ്രേക്ക് കിട്ടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീശാതനാണ്. മറ്റേ ഇപ്പം മാപ്പ ചെയ്യുന്ന അത് എനിക്ക് തോന്നുന്ന ആൾക്ക് ചെയ്യണമെന്ന് 22, 24 എന്താ അത്രയെന്ന വയസ്സുള്ളൂ. അപ്പൊ ആ സമയത്ത് അങ്ങനത്തെ ഒരു പടത്തില് ഒരു വില്ലൻ ക്യാരക്ടർ പിടിച്ചു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പരിപാടിയല്ല. അത് ആണെങ്കിലും ഒരു ദിലീപിനായിട്ട് ദിലീപ് മറ്റേ ഹീറോ ആയിട്ട് കത്തി നിൽക്കണ സമയത്ത് ഓപ്പോസിറ്റ് വന്നിട്ട് പുള്ളിയുടെ ഏജ് ആണെങ്കിലും ഒന്നും നമ്മ ഫോക്കസ് ചെയ്യില്ല. നമ്മൾ നോക്കി വെച്ചിട്ട് അങ്ങനെയാണ് കണ്ടത്. അപ്പൊ അങ്ങനത്തെ ഒരു കിടിലം പരിപാടി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിസ്സാരല്ല പരിപാടി. അത് പുള്ളിക്ക് ആ കാലിബർ ഉള്ളത് കൊണ്ടാണ് ആ സാധനം അങ്ങനെ അത് ഫീൽ ചെയ്യില്ല. പുള്ളി ഭയങ്കരമായിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫൈറ്റ് ആണെങ്കിലും അതിൽ ഞാൻ കേട്ട സാധനം പറഞ്ഞാൽ ലാൽ ജോസും ദിലീപും ഒക്കെ പറഞ്ഞ സാധനം പറഞ്ഞാൽ ആ പടത്തിന്റെ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ക്ലൈമാക്സിന് മുമ്പ് ഒരു ജംഗ്ഷനിൽ കിടന്നിട്ട് ദിലീപും ഇന്ദ്രജിത്തും കൂടിയുള്ള ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഫൈറ്റ് ക്ലൈമാക്സ് ഫൈറ്റിനെക്കാട്ടും നന്നായിട്ട് ഈ ഫൈറ്റ് അവർ പടത്തിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ക്ലൈമാക്സ് ഫൈറ്റ് ഇത് വന്നു കഴിഞ്ഞാൽ ക്ലൈമാക്സ് ഫൈറ്റ് താന്നിരിക്കും, ഡൗൺ ആയ പോലെ തോന്നുന്നു പറഞ്ഞിട്ട് ആ ഫൈറ്റ് അപ്പാടെ എടുത്ത് കളഞ്ഞു. അങ്ങനെ ക്ലൈമാക്സ് കത്തി നിൽക്കണ്ട. അപ്പൊ അവിടെ നിന്ന് താഴെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒരു സാധനം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു പിന്നെ കണ്ടയിലെ ഓർമ്മയിലുള്ളൊരു പടം എന്ന് പറഞ്ഞ റൺവേ ആണ്. റൺവേ മറ്റേ ദിലീപിന്റെ അവിടെ തന്നെയാണ്. അപ്പൊ അതില് അനിയനായിട്ട്, പക്ഷെ അതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ ചേട്ടനായിട്ട് തോന്നും അല്ലേ? ഒരു സൈസ് വെച്ചിട്ട് ഏജ് കുറവാണെങ്കിലും പുള്ളിയുടെ ഒരു ചേട്ടനായിട്ട് അതില് അധികം ചെയ്യാനുള്ള അനിയൻ ചേട്ടനനിയൻ ഒരു പോയിന്റ് എത്തുമ്പോ ഒരു ചേട്ടനനിയൻ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അല്ലാണ്ട് ഒരു പിന്നെ ക്ലൈമാക്സിലൊക്കെ ആണെങ്കിൽ ഒരു മറ്റേ മുരളി ഒക്കെ പിടിച്ചിട്ട് അങ്ങനത്തെ ഭയങ്കരമായിട്ട് പെർഫോമൻസ് നല്ലൊരു ടിപ്പിക്കൽ ഫാമിലിയിലുള്ള ആള് എന്നാ. പക്ഷെ മറ്റ് ഹീറോ ക്യാരക്ടറിന്റെ പേഴ്സണൽ ലൈഫിക്ക് അളെത്തണം അങ്ങനത്തെ ഒരു പരിപാടിയാണ്. പിന്നെ ഇതൊക്കെ ആള് പുള്ളി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടിങ് റോൾസാ. എനിക്കോട് പുള്ളിയുടെ കാര്യങ്ങളിൽ കൂടുതലും കുറെ കൂടുതലുള്ള സപ്പോർട്ടിങ് പിന്നെ കോമഡി അങ്ങനത്തെ പരിപാടികളാണ് പിടിച്ചത്. നായകനായിട്ട് വന്നിട്ടുണ്ട് കുറെ പടങ്ങൾ, പക്ഷെ എന്നാ പോലെ അത് കുറച്ച് ചുരുക്കമാണ്. പിന്നെ പറയാനുണ്ടെങ്കിൽ പിന്നെ ഒരു ബ്രേക്ക് എനിക്ക് തോന്നുന്നത്
ലിജോ സാറിനായിട്ടൊരു നായകൻ എന്ന് പറഞ്ഞ പടം വന്നിട്ടുണ്ട്. പക്ഷെ ഞാന് അതാ ഫുള്ള് കണ്ടിട്ടില്ല. ഒരു ഇങ്ങനെ ഒരു പോർഷൻ അങ്ങനെ ഫസ്റ്റത്തെ പടം. അതെ, സ്റ്റോറി അറിയാം എന്നാ പോലും ഫുള്ള് എന്തൊരു ഹോളിവുഡ് പടത്തിന്റെ സിദ്ദീഖൊക്കെ ഉള്ള മറ്റേ ഫോട്ടോ എടുത്ത ആ സീക്വൻസ് അങ്ങനത്തെ അങ്ങനെ മേജർ ഭാഗങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ മറ്റേ മുമ്പ് ഇങ്ങനെ ടിവിയിൽ വന്ന സമയത്ത് കണ്ടുള്ള പടമാണ്. അപ്പൊ നമുക്കറിയില്ല ലിയോസ് ഫെലിക്സ് സാറിന്റെ പടമാണ്. അപ്പൊ ഇന്ദ്രജിനെ അറിയാതെ മാത്രമേ ഉള്ളൂ. അപ്പൊ കുറച്ചും കൂടി അന്നത്തെ മലയാള സിനിമയില്ലാത്ത കുറച്ച് ട്രീറ്റ്മെന്റും വില്ലന്റെ പരിപാടികളും, ഇപ്പൊ മറ്റേ സിദ്ദീഖിന്റെ ഒരു ക്ലൈമാക്സ് എന്തോ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റേജ് ഡ്രാമ അങ്ങനത്തെ പരിപാടി, അങ്ങനെ കുറെ പരിപാടികളുള്ള ഒരു പടമാണ്. അത് ഓർമ്മയുണ്ട് അങ്ങനെ ഉള്ളതില്. പക്ഷെ ഇപ്പത്തെ ലിയോസ് ഫെലിക്സിന്റെ പടം നോക്ക് ഫസ്റ്റത്തെ ആളെ പടം അത് ഇന്ദ്രജിത്തിനെ വെച്ചിട്ടാണ്. അപ്പൊ ആള് എന്തുകൊണ്ട് ഇന്ദ്രജിത്തിനെ കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രജിത്തിനെ സാറിനാണെങ്കിൽ കാലിബർ ഉണ്ട് ഒരു, എനിക്ക് തോന്നുന്നു താരതമ്യമല്ല എന്നാൽ പോലും പൃഥ്വിരാജ് സാറിനേലും ഒരു കാലിബർ എനിക്ക് തോന്നിയത് ഇന്ദ്രജിത്ത് സാർ. പൃഥ്വിരാജ് കുറച്ചും കൂടി ഒരു എന്താ പറയുക, കുറച്ചുകൂടി ഹീറോ, ഒരു കുറച്ചും കൂടി ഫിഗറിലാണെങ്കിലും ഹീറോ എത്തി. പിന്നെ അത് ആൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. പുള്ളി പിന്നെ ഇപ്പൊ പുറത്തുപോയി അങ്ങനെയൊക്കെ വില്ലൻ റോള് ചെയ്യുന്നല്ലാണ്ട് പുള്ളി ഹീറോ ആയിട്ട് തന്നെയാണ് പോകുന്നത് കൂടുതലും. അല്ലാത്ത സിനിമകൾ ചിലപ്പോൾ ചെറിയ ഒരു സപ്പോർട്ടിംഗ് റോളോ അല്ലെങ്കിൽ ഗസ്റ്റ് റോളോ ഒക്കെ വന്നു പോകുന്നല്ലാണ്ട്. അപ്പോൾ ഇന്ദ്രജിത്ത് ആണ് കുറച്ചുകൂടി കുറച്ചുകൂടി ഇങ്ങനെ സപ്പോർട്ടിംഗ് റോളാണെങ്കിലും വില്ലൻ റോളാണെങ്കിലും പിടിച്ചാണ്. പിന്നെ എനിക്ക് തോന്നിയത് മറ്റേ ഈ ചാന്ത് പൊട്ട് എന്ന് പറഞ്ഞ പടത്തിൽ വില്ലനായിട്ട് വന്നിട്ടാണ്. വില്ലൻ തന്നെയാണ് പടം തന്നെ. പക്ഷെ അതിലെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഈ ക്യാരക്ടറിന് ദിലീപന്റെ ക്യാരക്ടറിന്റെ അടുത്ത് മറ്റേ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ അടുത്ത് ഒരു സിമ്പതി തോന്നണം നമുക്ക്. അന്ന് ഇവിടെ വില്ലൻ സ്ട്രോങ് ആയാലേ അത് തോന്നുള്ളൂ. കാരണം ഫൈറ്റ് ആണെങ്കിലും ഉപദ്രവിക്കുന്ന സീനുകളാണെങ്കിലും നമുക്കത് ഫീൽ ചെയ്യണമെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആള് പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ പരിപാടി പാളി. അപ്പൊ അത് കുറച്ചും കൂടി അങ്ങനത്തെ ഒന്നുള്ള പരിപാടി. പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ആളൊരു ഇപ്പോഴും നമുക്ക് ഭയങ്കര ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പടം ക്ലാസ്മേറ്റ്സ് ആണ്. കോമഡി സാധനമാണ് ആള്. കോമഡി ഉണ്ട്, അതുപോലെ തന്നെ ഒരു മറ്റേ റീയൂണിയൻ ഇതിന് ശേഷം സീരിയസ് ആണ്. പക്ഷെ അവരെ ആ ഒരു വൈബ് പിന്നെ അത് പറഞ്ഞാൽ അതിലും ചേട്ടൻ തന്നെയായിട്ട് തോന്നൂല. മറ്റേ ഹോസ്റ്റൽ സീൻ, കേരള സീൻ ഹോസ്റ്റലില്. അപ്പൊ അതില് ഇങ്ങനെ മറ്റേ സ്റ്റെപ്പും മറ്റേ എത്ര സുന്ദരിയുള്ള മറ്റേ അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. പുള്ളി ഇങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണ സാധനങ്ങളുണ്ട്. അതൊരു ഭയങ്കര ക്ലാസ്മേറ്റ്സ് എനിക്ക് തോന്നുന്നു ക്ലാസ്മേറ്റ്സ് എല്ലാവരുടെ കരിയറിലും അതിൽ അഭിനയിച്ച എല്ലാവരുടെ കരിയറിലും ഒരു ബ്രേക്ക് കിട്ടിയ പാടാണ്. കാരണം മറ്റേ നരേൻ സാർ, ആ നരേന്റെ റോള് ശരിക്കും പറഞ്ഞാൽ കുഞ്ചാക്കോനായിരുന്നു. അതെന്തോ ഡേറ്റ് എന്തോ മാറിയിട്ടാണ്. കുഞ്ചാക്കോ മോശമായിട്ടല്ല, അതല്ല അങ്ങനൊരു പുതിയൊരാള് നരേൻ പടം ചെയ്തിട്ടുണ്ടെന്ന് തോന്നണം. ഇവിടുന്ന് ഒരു വേഷം എല്ലാവർക്കും ഓർമ്മ നരേന്ന് പറഞ്ഞ കട്ടുമുരളി എന്ന് പറഞ്ഞ ഓർമ്മ വരാം. അപ്പൊ അതൊരു അതിനുശേഷം കുറെ പേര് റീയൂണിയൻ വെക്കുക, അങ്ങ് ഭയങ്കര ഒരു ട്രെൻഡ് സെറ്റർ ആയി പോയ പടമാണ്. അപ്പൊ അതില് ഇപ്പോഴും കോളേജ് പടങ്ങളില് ഫസ്റ്റ് നിൽക്കണ പടമാണ്. കുറെ പടങ്ങൾ അതിന് ശേഷം വന്നിട്ടുണ്ടെങ്കിൽ പോലും എന്റെ ഒരു ഓർമ്മയില് കണ്ടതില് ഭയങ്കര നൊസ്റ്റാൾജിയും അങ്ങനത്തെ ഒരു നമുക്കൊരു റീയൂണിയൻ വെക്കണം സ്കൂളിലാണെങ്കിൽ അങ്ങനെ തോന്നുന്ന ഒരു പടമാണ്. അതിലും ഇതുപോലെ തന്നെ ചേട്ടനായിട്ട് ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട് ഭയങ്കര വൈബായിട്ട് പോകുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ആ ഗ്യാങ്ങും അങ്ങനെ തന്നെയാണ്. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, അതുപോലെ തന്നെ ജയസൂര്യ നല്ല ഒരു ഫൺ മൂഡിൽ പോണ ഒരു പരിപാടിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളി ചെയ്യണത് എനിക്ക് തോന്നുന്നു പിന്നെ ഡബിൾ ബാരല് അതും അതും ഇതേ മൂടാണ്. അത് ഞാൻ മറ്റേ ചേട്ടനെ ഫീൽ ചെയ്യില്ല. അപ്പൊ അത് മറ്റേ ഒരു പെണ്ണിന്റെ അത് കിട്ടില്ല സാറാണ്. സിനിമ ആണെങ്കിലും അതും ലിയോസ് ഫെലിക്സിന്റെ ഗെയിം പാടാണ് വേറെ. അത് വേറൊരു വിഷ്വൽ കോമഡി പരിപാടി സാധനമാണ്. അപ്പൊ പക്ഷെ തിയേറ്ററിൽ അത്ര കിട്ടിയിട്ടുള്ള പടമല്ല, പക്ഷെ അത് ഇഷ്ടമാണ്. ഒരു ആടൊക്കെ പോലത്തെ ഒരു മൂടുള്ള പാടാണ്. അപ്പൊ അത് OTT അല്ലെങ്കിൽ ടിവിയിൽ വന്നതിന് ശേഷം CD ഇറങ്ങിയ ശേഷം തോന്നുന്നു അത് കുറച്ചും കൂടി അതൊരു ഭയങ്കരമായിട്ട് എന്താ പറയുക ആടിന്റെ പോലെ തന്നെ ആ ഒരു ഭയങ്കരമായിട്ട് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ളത് അപ്പോഴാണ് തോന്നുന്നുണ്ട്. പക്ഷെ അതെപ്പോ കാണാൻ പറ്റിയൊരു പരിപാടിയാണ്. അതിന്റെ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മറ്റു സിനിമകളെ വെച്ച്
വ്യത്യാസം അൺകൺവെൻഷനൽ ചിലപ്പോ ഒരു പക്ഷെ ആ കളർ ടോൺ കാണുമ്പോ ആൾക്കാർക്ക് കാണാൻ തോന്നിയത് വരില്ല, ചിലർക്കൊരു ഇറിറ്റേഷൻ തോന്നും. പക്ഷെ അത് സിനിമ അങ്ങനല്ല, സിനിമ അത് കാണും ആ ടോണിൽ ആ സിനിമ ആണെങ്കിൽ ഇരുന്ന് കാണുന്നുണ്ട്. പിന്നെ ഒരുപാട് കോമഡി സീൻസ് ഉണ്ട്, അതൊരു മറ്റേ സീരിയസ് പോലെ പറയാൻ പറ്റില്ല, ലോജിക്കില്ലാത്തൊരു പടം. വീഡിയോപ്പിന്റെ ഇടയിലും കോമഡി. മറ്റേ ഈ എന്താ പറയാ, ഈ ഉഗാണ്ടക്കാരൻ ആഫ്രിക്കാരൻ അവര് മലയാളം പറയാ, അങ്ങനത്തെ ചിന്തിക്കാൻ പറ്റാത്ത നമ്മുടെ നാട്ടിൽ നടക്കില്ല എന്നുള്ള രീതിയിലുള്ള സാധനമാണ്. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളി ചെയ്തത്, എനിക്ക് തോന്നുന്നു ചോട്ടാ മുംബൈ ഒക്കെ ഇതിനു മുമ്പാണ്, ഡബിൾ മുമ്പാണ്. അപ്പൊ ചോട്ടാ മുംബൈയിലും സപ്പോർട്ടിങ് റോൾ സാധനം തന്നെയാണ്. പക്ഷെ അതും മറ്റേ ഒരു ഇഷ്ടം തോന്നുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ മറ്റേ ജയിലിൽ പോവാ അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്. ലാലേട്ടന് കുറച്ചും കൂടി ഒരു സിമ്പതി ഉള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് എന്റെ ഓർമ്മയില് പിന്നെ വരണത് ബാബ കല്യാണി, വില്ലനായിട്ട്. അത് വേറെ സാധനമാണ്, വേറെ വില്ലനാണ്. കാരണം അതൊരു ടെററിസ്റ്റ് പരിപാടി, ഷാജി കൈലാസിന്റെ പടമാണ്. അപ്പൊ അതില് വേറെ പരിപാടി എന്തുകൊണ്ട് ഇന്ദ്രജിത്ത് വില്ലൻ വരുന്നുള്ള സാധനം ഉണ്ട്. അത് വേറൊരു മൂഡ് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടറിലാണെങ്കിലും പുള്ളി പിടിച്ചു പോയിട്ടുള്ള ഒരു മീറ്റർ ആണെങ്കിലും അത് നൈസാണ്. പിന്നെ പുള്ളി എന്ന് കൊറേ അത്യാവശ്യം കൊറേ സപ്പോർട്ടിങ് കോമഡി സാധനങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ത്രീ കിങ്സ് എനിക്കറിയില്ല മറ്റുള്ളവർക്ക് ഇഷ്ടമാണോ അത്. ഇതന്നെ ലോജിക്കില്ലാത്തൊരു സാധനമാണ്. ഒരു കോർക്ക് അതുണ്ട്, ഒരു നിധി തേടി പോകുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതാ ഒരു ഫൺ ഭയങ്കര ഫണ്ണുണ്ട്, പക്ഷെ അത് നല്ല രസമാണ്. അതിന്റെ മേക്കിംഗ് ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അവരെ കാട്ടിക്കൂട്ടലുകളും മറ്റേ എന്താ പറയാ, മറ്റേ ഒരു ഫ്ലൈറ്റ് ഇത് ചെയ്യണ സാധനമൊക്കെ ഉണ്ടല്ലോ ജഗതീക്, അതെന്ന് പറഞ്ഞാൽ ലോജിക്കുള്ള സാധനങ്ങളൊന്നും അല്ല. പക്ഷെ അതെന്ന് വെച്ചാൽ മറ്റേ മല കണ്ടപ്പോ ആ സാധനമാണ്. അപ്പൊ അത് ഇന്ദ്രജിത്താണെങ്കിൽ നല്ല രസമായിട്ട് അതും ഈ ഒരു മറ്റേ കോമ്പുള്ള പോലെയാണോ കുഞ്ചാക്കോന് അതിലൊരു ഡയലോഗ് ഉണ്ട്, ഞാൻ എന്റെ അനിയന്മാരെ രക്ഷപ്പെടുത്തിയ ശേഷം മാത്രമേ. അപ്പൊ അങ്ങനത്തെ പരിപാടി. പിന്നെ അത് എനിക്ക് സപ്പോർട്ടിനുള്ള പിന്നെ അതുപോലത്തെ ഒരു സാധനം ഹാപ്പി ഹസ്ബൻഡ്സ്. അത് പുള്ളി മറ്റേ അഴിഞ്ഞ അടി കള്ളത്തരങ്ങൾ സിമ്പിളായിട്ട് വെച്ചു. ആള് ടൈപ്പാണെന്നല്ല, അല്ല. പക്ഷെ അതെന്താ വെച്ചാൽ പുള്ളി അങ്ങനെ ഇപ്പൊ പിള്ളേർ പറ്റിക്കുന്ന അല്ല നോണ പറയുന്ന അടിപൊളിയായിട്ട് ചെയ്യും. പിന്നെ അങ്ങനത്തെ ഒരു വേറെ പിന്നെ എന്താ പടം, അങ്ങനത്തെ ഒരു റോളുള്ള ഒരു പടം. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളി എന്ന് വെച്ചാൽ കുറച്ചും കൂടി എന്താ പറയാ ഒരു സീരിയസ് പരിപാടി പിടിച്ചിട്ടുണ്ടെന്നാലും പിന്നെ എനിക്ക് കോമഡി വെച്ചത് പിന്നെ അറബിക് കഥ എന്ന് പറയുമ്പോ അതില് ഒന്നും ആള് ഇന്ദ്രജിത്ത് അത്ര അതിനുള്ള ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു വിടണം കോളേജ് ഡേയ്സ്, അത് പറഞ്ഞാൽ ആ ഒരു ഓർമ്മയില് നൊസ്റ്റാൾജിയ ഓർമ്മയില്. എന്റെ ഓർമ്മയില് ഇന്ദ്രജിത്ത് എന്ന് പറയുമ്പോ വരുന്ന സിനിമകളിൽ ഒന്ന് മീശ മാധവൻ, രണ്ട് ഇതാണ് കോളേജ് ഡേയ്സ്. അത് നല്ല ഒരു പിന്നെ ക്ലാസ്മേറ്റ്സ് മൊത്തത്തിലാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് ഹീറോ പോലെ നിൽക്കണല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളി ഇങ്ങനെ ഉടായി പോലത്തെ ഒരു പരിപാടി മറ്റേ അതിലൊരു സാറുണ്ട്, രസമാണ്. പിന്നെ അങ്ങനെ അതേ പുള്ളി ആ ഒരു മീറ്റർ കിട്ടില്ല, പുള്ളി അങ്ങനെ പിടിച്ച മറ്റേ ചില്ലായിട്ട് ഇങ്ങനെ പോകുന്നവര് ഹസ്ബൻഡ്സ് ഇൻ ഗോ, അതും ആ ഒരു മൂഡ് ഹാപ്പി ഹസ്ബൻഡ്സ് ഒക്കെ പോലത്തെ അതേ ടീം. ജയസൂര്യ മറ്റേലുണ്ട്, വ്യത്യാസമാണ്. നല്ല രസമാണ് ആ കോമ്പോ, നല്ല രസമാണ്. മറ്റേ ഗോവ പോയിട്ട് കാണിക്കണ ഇവിടെ അതില് ശരിക്കും പറഞ്ഞാ അതില് കുറച്ചുകൂടി സ്കോർ ചെയ്തേക്കണ ജയസൂര്യ. നമുക്കൊരു കുട്ടി വീട്ടിൽ
അത് നമ്മൾ പിന്നെ കാണാം നമ്മളത് ഒന്നും അത്രക്ക് വലിയ അല്ല കോമഡിയാണ്, ചിരിക്കും അടിപൊളി ആരാണ്. എന്നാലും നല്ല രസമാണ്. പിന്നെ എനിക്ക് അതില് പറ്റിയതല്ല ആർസി വലിക്ക ഉണ്ട് അണ്ണാക്കി കെട്ടിയത് ചപ്പാത്തി ചിക്കൻ കറി കഴിച്ചു. അവന്റെ ഒരു ചപ്പാത്തിയും ചിക്കൻ കറി ചോറ് മറ്റേ പ്രസാദം കഴിക്കാൻ. അതുപോലെ പിന്നെ എനിക്ക് തോന്നുന്നു ആളൊരു വൈ പിടിച്ച പരിപാടി വേറെ ബാച്ചിലെ പാർട്ടിയാണ്. ശരിക്കും പറഞ്ഞാല് ഇന്ദ്രത്തും മറ്റേ അതില ആസിഫ് അലിയുടെ വീട്ടിൽ പോകണ കൊച്ചിന് കൊടുക്കാം, കൊച്ചി ചെറുത് അങ്ങനത്തെ പറയാ ആള്. പിന്നെ അത് ഇതന്നെ മറ്റേ സാധനം ഉണ്ട് എന്ന് വെച്ചാല് എന്തെങ്കിലും കഥ പറയുന്നുണ്ട് പിന്നെ അവരൊരു കോംബോ നൈസാ. എനിക്ക് തോന്നുന്നു ഇന്ദ്രത്ത് എന്ന് പറയുമ്പോ ആരായിട്ടും പറ്റും, മറ്റേ കോമ്പിനേഷൻ നൈസാ. ഇയാൾക്ക് ഇന്ന നടന്മാര് ആയിട്ട് ഇപ്പൊ ചിലവർക്ക് ഉണ്ടാവില്ല, ഇപ്പൊ അവരൊരു കംഫർട്ടബിൾ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നീമ്പോളിയും അവര് ഒരു കോംബോ വേറെയാണ്. പക്ഷെ ചിലപ്പോ ആ കോംബോ ചിലപ്പോ നീമ്പോളിക്ക് വേറെ ആളെ കിട്ടില്ല. പക്ഷെ ഇന്ദ്രജിത്ത് എന്ന് പറയുമ്പോ ദിലീപ് ഏട്ടനായിട്ട് വന്നിട്ടുണ്ട്, നവൽ ബാരില് വന്നിട്ടുണ്ട്, കൂടാണ്ട് ജയസൂര്യനായിട്ട്, ആസിഫ് അലിനായിട്ട്, ജയറാമൻ ഏട്ടനായിട്ട് എല്ലാരായിട്ടും ഒരു സിങ്ക് കിട്ടുന്നുണ്ട്. അതെ ആ ഒരു പരിപാടി പുള്ളി ആരൊപ്പം ചെന്നാലും അവരായിട്ട് റിയൽ ലൈഫ് എങ്ങനെയാണെന്ന് അറിയില്ല, സിനിമയില് നമുക്ക് കാണുമ്പോ ഇയാള് ഇവര് ഫ്രണ്ട്സ് ആണ്, അവര് ഫ്രണ്ട്സ് ആണ്, കൺവിൻസ് ആവും, പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളി ചെയ്തേക്കണ എനിക്ക് തോന്നുന്നു മറ്റേ ആമേൻ പരിപാടിയായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ എന്താ പറയാ അതിനൊരു മറ്റേ എന്താണ് പറയാ മറ്റേ പുണ്യാളാണ് ലാസ്റ്റ് പുള്ളി ട്വിസ്റ്റാണ്. പക്ഷെ പുള്ളി ആ ഒരു വന്ന് ആ സാധനം ഒരു അച്ഛനാണെന്ന് പറഞ്ഞിങ്ങനെ കൺവിൻസ് ചെയ്ത് ആ പടം ഇങ്ങനെ കൊണ്ടുപോയി. ഫഹദ് ഫാസിലിന്റെ പടമാണ് എന്നാൽ പോലും അതിങ്ങനെ ക്യാരി ചെയ്ത് പുള്ളിക്ക് ഒരു ക്യാരക്ടർ ഉണ്ട്, പുള്ളി അത് നൈസായിട്ട് പിടിച്ചിട്ടുണ്ട്. പുള്ളിയാണ് പക്ഷെ ആ ഒരു പരിപാടി പിടിച്ച് ത്രൂ ഔട്ട് അതും അഗൈൻ പുള്ളിയുടെ പടത്തിൽ വെക്കാലോ ഇന്ദ്രജിത്തിന് വെക്കുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ പിന്നെ എനിക്ക് ആളൊരു പെർഫോമൻസ് അത് ചെയ്തതിൽ ഇപ്പൊ ഇങ്ങനെ ക്ലാസ്മേറ്റ്സ് ഒക്കെ പറഞ്ഞാൽ പോലും ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ അതിലും മറ്റേ വട്ട് ജയെന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, മറ്റേ നീ തീർന്നടാ തീർന്ന് വായിച്ചു അതിലൊരു മാസ് ഡയലോഗ് ഉണ്ട്, എന്റെ വീട്ടില് മറ്റേ ചുമരില് ഒരാളുള്ളൂ അതിന്റെ അച്ഛൻ ആ സാധനം. അതുപോലെ അതില് വെച്ചാൽ പുള്ളി ഭയങ്കര ഒരു സ്ട്രോങ് ഒരൊറ്റ ബുദ്ധി എന്നൊക്കെ പറഞ്ഞ ഒരു ക്യാരക്ടറാണ്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ അത് മറ്റേ ഒരു ടൈമില് പുള്ളി പൊട്ടിപ്പോണ്ട് കരഞ്ഞ് ഒരു ടോയ്ലറ്റിൽ നിന്ന് കരയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നേരം ഉണ്ടായിരുന്ന മനുഷ്യൻ അങ്ങോട്ട് ഇല്ലാണ്ടായി പോയ പോലത്തെ സാധനം. പിന്നെ ഒരു പടം അത് പേര് മറന്നു പോയതാണ്, എന്നാലും അത് പെട്ടെന്ന് മനസ്സിലാവുന്ന പരിപാടിയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞത് പടാണ് അത് ഭയങ്കര അർത്ഥമുള്ള ഒരു ആളുടെ ഒരു മറ്റേ എന്താ പറയാ മറ്റൊരു തോട്ട് പ്രൊവോക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചിന്തിക്കും നമ്മള് ഇതിങ്ങനെയല്ലേ. അതായത് അതിലൊരു ഇപ്പൊ നീ ഒരു അത്ഭുതം കാണിച്ചാ നീ പിന്നെ ദൈവമാണ്, എനിക്ക് കണ്ടിട്ട് മനസ്സിലായതാണ്. അപ്പൊ അതിന് പിന്നിൽ എന്താന്ന് അറിയില്ല. അതെ അല്ല അങ്ങനത്തെ ഒരു ടോപ്പിക്ക് പറഞ്ഞാൽ ഭയങ്കര ഒരു ഡിബേറ്റിനുള്ള സാധനം ഉണ്ട്. പക്ഷെ ആ സിനിമ സംസാരിക്കുന്നതാന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പറഞ്ഞ ഇപ്പൊ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ ആണെങ്കിൽ അതൊരു എന്താ പറയാ അതൊരു പോസിറ്റീവ് സൈഡ് ഉള്ളൊരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഈ മുരളിഗോപിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് എന്താ പറയാ മുതലാക്കുക, അതിനൊരു ബിസിനസ് ആക്കി കാണുക എന്ന് പറയുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും കൺവേ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ സിനിമ അത്രത്തോളം അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ള ഒരു സിനിമ അല്ല തിയേറ്ററിൽ ഇറങ്ങിയ സമയത്താണെങ്കിലും. പക്ഷെ ഇത് ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രജിത്താണ്. പൃഥ്വിരാജ് ഒരു മേജർ ക്യാരക്ടർ ആണ്. പക്ഷെ പൃഥ്വിരാജിലേക്ക് ഇടില്ല മറ്റേ അസ്പീറ ആ സാധനം അത് നൈസാണ്. പക്ഷെ അത് കൊമേഴ്ഷ്യൽ മീറ്ററും കൂടി ഉണ്ട് ആ പടത്തിൽ. പക്ഷെ ഇങ്ങനെ ഒരു കണ്ടന്റ് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ഒരു എംബ്രാനത്തെ ഒരു സാധനം പറയും, അതുപോലെ ഒരു നല്ലൊരു വേറൊരു വിഷയം പറയുന്ന ഒരു പരിപാടിയാണത്. കൂടുതൽ സംസാരിക്കുമ്പോൾ കഴിഞ്ഞാൽ അത് അതിന്റെ വിഷയങ്ങളിലേക്ക് അത് മാറിപ്പോകുന്നോണ്ട് അതല്ല. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഒരു ഫൺ മൂഡിക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അമർപുറം തോണിയാണ് ആളുടെ അത് അഗെയിൻ
ഇവരെ കോംബോ നല്ല രസമാണ് പിടിച്ചൊന്ന്. പിന്നെ അതുപോലെ തന്നെ ഒരു വില്ലൻ എന്ന് പറയാമെങ്കിലും അങ്ങനത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കോഹിനൂര്. എല്ലാരും അതിനു വേണ്ടി നടക്കണം, അങ്ങനത്തെ സാധനമാണ്. ബാങ്കില് അല്ല ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് ഒരു ഡയമണ്ട് വെക്കണേ. അപ്പൊ പക്ഷെ ആ പടത്തിന്റെ ഒരു സെറ്റിങ് നല്ല രസമുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് ആ പടം അജു വർഗീസ് അതുപോലെ തന്നെ മറ്റേ എനിക്ക് തോന്നുന്നു മറ്റേ ശ്രദ്ധ ശ്രീനാഥ് ഒരു ഡബിൾ ബാരലിന്റെ ഒരു ഡബിൾ ബാരൽ മൂടെന്ന് പറഞ്ഞ പക്ഷെ ഒരു വിന്റേജ് മൂടാണ് പടം. പടം ഒരു അതിന്റെ സെറ്റ് ആണെങ്കിലൊക്കെ 80s 90s ആ കാലഘട്ടമാണ്. മറ്റേ ഡ്രസ് ഷോപ്പിന്റെ ഇന്റീരിയർ ആണെങ്കിലൊക്കെ അതെങ്ങനെ പിടിച്ചൊരു പരിപാടിയില്ല. കാരണം അതെങ്ങനെ പുറം ഔട്ടൊക്കെ എടുക്കുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ഇൻഡോർ നമുക്ക് സെറ്റ് ഇട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ ഔട്ട് എടുക്കുമ്പോൾ അത് ആ ടീമാണെങ്കിലും ക്രിഡിയലായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രസന്റ് ഒരു 5 കൊല്ലം എന്നൊക്കെ ഉള്ള എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളി ചെയ്തേക്കണ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ലൂസിഫറാണ്. ഗോവർദ്ധൻ ലൂസിഫറിൽ പക്ഷെ ആ ഒരു തുടക്കം അത് ക്യാരക്ടർ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ പക്ഷെ കുറച്ച് ഓവറായിട്ട് എനിക്ക് പക്ഷെ ആ ക്യാരക്ടർ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു അഗ്രസീവായിട്ട് സംസാരിക്കുന്ന അതാണ് അങ്ങനെ ക്യാരക്ടർ. പക്ഷെ അത് ഒരു മീറ്റർ കുറച്ച് ഓവറായ പോലെ എനിക്ക് ഈ പറഞ്ഞ സാധനം പടം തിയേറ്ററിൽ ഫസ്റ്റ് ടൈം കാണാൻ ഇത് തുടങ്ങിയപ്പോ ഇങ്ങനെ ഇന്ദ്രിത് കുറച്ച് അങ്ങനെ പിടിക്കുന്നില്ല. പക്ഷെ കേറി തുടങ്ങിയപ്പോ ഫ്ലോയിൽ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ പിന്നെ ആള് നോർമലായി. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടന്റെ സ്റ്റീഫൻ എൻട്രി പരിപാടി പറയണത് ഇന്ദ്രിതിനെ മറ്റേ മഹിരാവണൻ ഇബ്ലീസ് ലൂസിഫർ എന്ന് പറയുന്ന സാധനമൊക്കെ പറയണത് ഇന്ദ്രിത്താണ്. അപ്പൊ അത് ആള് കയ്യിൽ കൊടുത്ത എന്ത് സേഫാണ്. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് പുള്ളിക്ക്. അത് മലയാളത്തിൽ തന്നെ ക്യാരക്ടർ റോൾ ചെയ്യണല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ വിജയരാഘവൻ സാറ് അങ്ങനത്തെ ഇത് യങ് ജനറേഷൻ പറയുകയാണെങ്കിൽ ഇന്ദ്രിത്ത് അതുപോലെ തന്നെ നരയൻ അങ്ങനത്തെ ആക്ടേഴ്സ് ഇവരൊന്നും ശരിക്കും മലയാള സിനിമ യൂസ് ചെയ്തിട്ടില്ല. അതെനിക്ക് തോന്നിയില്ല. റഹ്മാൻ അങ്ങനത്തെ ആക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ റഹ്മാന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ റഹ്മാന്റെ ഒരു ഇത് ചെയ്യാൻ നമുക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ അത് പറയേണ്ട സാധനം മറ്റേ ബാച്ചലർ പാർട്ടിയിൽ എല്ലാവരും തോക്കൊക്കെ ഞാനും വെച്ചേക്കാം. അപ്പൊ മറ്റേ വിനായകൻ ചോദിക്കില്ലേ അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ പുള്ളിക്ക് അങ്ങനത്തെ ക്യാരക്ടറായാലും പുള്ളി ചെയ്യും, സീരിയസ് പരിപാടിയിട്ടാലും ചെയ്യും. അപ്പൊ അങ്ങനെ അവരെന്നൊക്കെ പറഞ്ഞ എനിക്ക് ഇങ്ങനെ ഇന്ദ്രിത്ത് അതുപോലെ തന്നെ നരയൻ റഹ്മാൻ ഈ ആക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര അണ്ടർ റേറ്റഡാ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ആള് ആരായിട്ടും പറ്റും ആൾക്ക് ഭയങ്കര സിംഗാണ്. അത് വേറെ ചുരുക്കം ആക്ടേഴ്സ് ഉള്ളു അങ്ങനത്തെ. അങ്ങനെ ഇപ്പൊ ലാലേട്ടനാണെങ്കിൽ ശ്രീനിവാസനായിട്ട് ഒരു സിംഗ് ഉണ്ട്. പക്ഷെ അത് മറ്റുള്ളവരേക്ക് പോകുമ്പോ അത്ര എനിക്ക് തോന്നുന്ന അനൂപ് മേനോൻ സാർ അത്രക്ക് എനിക്ക് സിംഗ് തോന്നിയിട്ടില്ല ചില സിനിമകളില് എന്നാ പോലും. പക്ഷെ ഇന്ദ്രിത് സാറാണെന്നുണ്ടെങ്കിൽ എല്ലാരായിട്ടും ഒരു സിംഗ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞത് ആളിപ്പോ എത്ര നായകനായിട്ട് എത്തിയില്ലാന്ന് വെച്ചാൽ ആളെ എന്താ പറയാ നായകനായിട്ടുള്ള സിനിമകൾ ഭയങ്കര വലിയ ഹിറ്റ് ആയിട്ടില്ലെങ്കിലും കാര്യങ്ങളിലും പുള്ളിനെ മറക്കൂല. ചേകവരല്ല മറ്റേ പോലീസായിട്ട് അത് ഞാൻ ഇടക്കിട്ട് കണ്ടിരുന്നു ടിവിയിൽ. പക്ഷെ അത് ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ ഒരു ആവറേജ് പടമുള്ള പരിപാടിയാണ്. എനിക്ക് വർക്കായിട്ടോ പുള്ളി പിന്നെ എനിക്ക് പുള്ളി ഒരു ഫിസിക്കും ഒരു ടൈം കഴിഞ്ഞപ്പോ മറ്റേ എന്താ പറയാ ഇപ്പൊ ഒരു കോളേജ് ഡേയ്സ് അല്ലെങ്കിൽ അതിനൊരു മുമ്പുള്ള ആള് കുറച്ചുകൂടി ഫിറ്റ് ആയിരുന്നു. പിന്നെ കുറച്ചുകൂടി ഒരു എന്താ പറയാ അതൊരു മോശമായിട്ട് പറയണല്ല, അതൊരു തടിയായ സമയത്ത് നമ്മുടെ ഒരു സിനിമയിലെ സ്ട്രക്ചർ ഉണ്ട്, ഹീറോ ഇങ്ങനെ ആയിരിക്കണം. അപ്പൊ അതിൽ പുറത്തേക്ക് പോകുമ്പോ എന്താ പറയാ ചിലപ്പോ ആൾക്കാർ പറയും അത് ക്യാരക്ടർ ചെയ്തില്ല കുറച്ച് അങ്ങനെയൊക്കെ ചിലപ്പോ ചില പടങ്ങൾ ലാസ്റ്റ് ചെയ്തേക്കണതില് കുറുപ്പ് അത്യാവശ്യം പോലീസ് ഫിറ്റ് ആണ്. പിന്നെ പോലീസ് ആശ ആൾക്ക് സിമ്പിൾ ആണ്, ആള് പരിപാടി പിടിച്ച് ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ദുൽഖർ ശരിക്കും പറഞ്ഞാൽ ഫുൾ ലെങ്ത് ഇല്ല പടത്തില്. അപ്പൊ ഈ ഇൻവെസ്റ്റിഗേഷൻ പാർട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിന്റെ ഡയറക്ടറാണ്. അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പരിപാടി ഉണ്ട് അതിൽ. അങ്ങനത്തെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പരിപാടിയുള്ളൂ. പക്ഷെ അത് ആർക്കും ചെയ്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യം അഭിനയിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാം. പക്ഷെ പുള്ളി ചെയ്യുമ്പോൾ അത് പുള്ളിയുടെ രീതിയിൽ മുന്നോട്ട് എനിക്ക് തോന്നുന്നു വെച്ചാൽ പുള്ളിനെ അങ്ങനെ മറക്കൂല. ഹീറോ ആയിട്ടില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ മറക്കൂല വെച്ച് കഴിഞ്ഞാൽ പുള്ളി ചില ആക്ടേഴ്സ് ഇപ്പൊ മറ്റേ എന്താ പറയാ ഹീറോ ക്യാരക്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു നായകൻ
നായകൻ സെറ്റപ്പിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ ആൾക്കാർ ഇങ്ങനെ നായകനിക്ക് തിരിച്ചു വരാനും ബുദ്ധിമുട്ടാണ്. മറ്റേ എന്താ പറയാ, ഇപ്പൊ ചിലര് പറയില്ല, ഇപ്പൊ ചില ആക്ടേഴ്സ് ഒരു നായകൻ ലേബലിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില ആൾക്കാർ. പക്ഷെ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ, മമ്മൂക്ക, ദിലീപേട്ടൻ, ജയറാം, സുരേഷ് ഗോപി, പക്ഷെ ഇപ്പോഴും നിൽക്കുന്നത് ലാലേട്ടൻ, മമ്മൂക്കയാണ്. മറ്റവർക്ക് എത്ര അവർക്ക് തിരിച്ചു വരാൻ നോക്കുമ്പോഴും അല്ല കംബാക്ക് വരുന്ന ഒരുപാടൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് ഫ്ലോ ചെയ്ത് കൊണ്ട് ഒരു കണ്ടിന്യൂസ് കൊണ്ടുപോകില്ല. അപ്പൊ അതെനിക്ക് തോന്നുന്നു ഈ ക്യാരക്ടർ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും ഒരു സിനിമ ഉണ്ടാവും അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കഴിവും ആ കഴിവ് ഉപയോഗിക്കാൻ പറ്റുന്നിടത്തോളം കാലം അവർക്ക് സിനിമ ഉണ്ടാവും. അവർ ക്യാരക്ടേഴ്സ് എത്തിക്കപ്പെടും. ഇപ്പോഴൊന്നും ആള് ഫീൽഡ് ഔട്ട് ഒന്നും പറയാൻ പറ്റൂല. ആള് ഉണ്ട്. ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒന്ന് ഒതുങ്ങി ഇപ്പൊ അധികം പടങ്ങൾ വരുന്നില്ല എന്നാണെന്ന് തന്നെ അടുത്തൊരു നല്ല ക്യാരക്ടറുള്ള പടം വരും ആളുടെ. അപ്പൊ അത് പിന്നെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞ പടം ഉണ്ടല്ലോ, സുരേഷ് ഗോപി നെക്സ്റ്റ് വരുന്ന പടം ഉണ്ട്. അതിൽ അത്യാവശ്യം ആക്ഷൻ ഒക്കെ ഉള്ളൊരു പരിപാടി പുള്ളി ഇന്റർവ്യൂ പറയണ്ടായിരുന്നു. അപ്പൊ പുള്ളി ആള് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ നടനാണ്. ആള് നല്ലൊരു റോളൊക്കെ ചെയ്യണം, നായകനായിട്ട് തന്നെ വരണം. ഒരു നല്ല കിടിലം പടത്തില് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേജർ രീതിയിൽ അടിപൊളിയായിട്ട് വരുന്ന ഒരു പരിപാടി വരണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുള്ളൊരു. ഇപ്പൊ നമ്മള് പറയണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ആസിഫ് അലി ഒരു സമയത്ത് ഡൗൺ ആയ സമയത്ത് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും പുള്ളി തിരിച്ചു വരണം. അതുപോലെ ഉള്ളൊരു ആക്ടറാണ് വെച്ച് കഴിഞ്ഞാൽ ഹേറ്റേഴ്സ് ഇല്ലാന്നൊക്കെ പറയുന്നത്. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയല് കുറവാണ്. പുള്ളിയുടെ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പുള്ളി പറയും. അങ്ങനെ വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടർ. പുള്ളി പറഞ്ഞ ഇപ്പൊ നമ്മള് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടല്ലോ, അണ്ടർ റേറ്റഡ് ആണെന്നുള്ള. അത് പറഞ്ഞ പുള്ളിനോട് ചോദിച്ച സമയത്ത് ഒരു ഇന്റർവ്യൂ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞത് അത് ഞാനൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കണ, കാരണം എന്റെ കയ്യിലെന്തോ പരിപാടി ഉള്ളത് കൊണ്ടാണ് ആൾക്കാരങ്ങനെ പറയുന്നത്. അതിപ്പോ അങ്ങനത്തെ ഇല്ലാത്ത ഒരാളെടുത്ത് അങ്ങനെ പറയേണ്ട കാര്യമില്ല, അങ്ങനെ ഒരാളെ പറയേണ്ട കാര്യമില്ല. പുള്ളിക്ക് ഇനിയും ചെയ്യാനുണ്ട്, ഇനിയും ഡിസർവിങ് ആണ് പുള്ളി ഒരുപാട് റോളിന്. അപ്പൊ അതൊരു ഇതാണ്. പിന്നെ ഇപ്പൊ ഒരു ധീരം എന്ന് പറഞ്ഞിട്ട് എന്തൊരു പടം തിയേറ്ററിൽ ഓടുന്നുണ്ട്, കാണാൻ പറ്റിയിട്ടില്ല നമുക്ക്. അപ്പൊ അധികം തിയേറ്ററുകളിൽ ഇല്ല, നമ്മുടെ ഏരിയകളിലാണെങ്കിലും അധികം ഇല്ല. അപ്പൊ അത് റെസ്പോൺസ് ഒന്നും കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല. അപ്പൊ ഇനി നല്ല പടങ്ങള് വരണ ആഗ്രഹമുള്ള ഒരു നടനാണ്. വരട്ടെ വന്ന എന്തായാലും കാണും എന്നുള്ളൊരു സാധനമാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറാണ്. അപ്പൊ അങ്ങനെ ആണ് ഇന്ദ്രജിത്ത് എന്നുള്ളൊരു ആക്ടറിനെ കുറിച്ചിട്ട് നമുക്കിപ്പോ ഒരു ആളെ ഫിലിമോഗ്രാഫി ഫോളോ ചെയ്തപ്പോഴാണെങ്കിലും അതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണെങ്കിലും നമുക്കിനെ എടുത്തു പറയാവുന്ന പടങ്ങൾ ചുരുക്കമാണ്. പക്ഷെ ആ പടങ്ങൾ മതി, ആ പടങ്ങൾ മതി ആൾക്ക് ഒന്ന് ഓർത്ത് വെക്കാൻ. ചുരുക്കം ഇപ്പൊ പറഞ്ഞില്ല, ആള് അധികം അഭിനയിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ പടങ്ങളുണ്ട്. പക്ഷെ നമ്മ ഒരു ഇന്ദ്രജിത്ത് എന്ന് പറയുമ്പോ നമ്മളെ മനസ്സിൽ ഓർമ്മ വരുന്ന സിനിമകള് അങ്ങനത്തെ ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരു ഇതുള്ളൊരു ആക്ടറാണ്. ഒരു ഫിലിം അങ്ങനത്തെ ഒരു എന്താ പറയാ, ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ഫിലിം കരിയർ ഉള്ളൊരു ആക്ടറാണ്. നല്ല ക്യാരക്ടേഴ്സും ഉണ്ട്, അതിലൊരു വില്ലൻ റോളുകളുണ്ട്, എന്തും കൊടുത്താ സേഫ് ആണ് അവിടെ. അപ്പൊ അതാ എനിക്ക് തോന്നുന്നു അത്ര നമുക്ക് സംസാരിക്കാനുണ്ടോ. ഇനി വേറെ പടം വന്ന് എന്താ പറയാ, അതിനാ ഒരു ഹൈലി പോസിറ്റീവ് രീതിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അതിനൊരു എപ്പിസോഡ് ചെയ്യാം ആ പുള്ളിയോടത്തിട്ട്. കാരണം നമ്മളിപ്പോ ഒരു ചെയ്തത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ആൾക്കൊരു നല്ലത് പരിപാടി കിട്ടിയ അടിപൊളിയാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ വന്നാൽ നമുക്കൊരു വേണമെങ്കിൽ ഒരു വേറെ എപ്പിസോഡ് അങ്ങനെ വരട്ടെ, ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പൊ ഇങ്ങനെ ഓൾമോസ്റ്റ് ആളുടെ ഇതിൽ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാൻ കാര്യങ്ങള് നമ്മള് ഓവറായിട്ട്. പിന്നെ പറഞ്ഞ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആക്ടറിന്റെ ചേട്ടനാണ്. പിന്നെ സുകുമാരൻ എന്ന് പറഞ്ഞ ഒരാളുടെ മോനാണ്. അപ്പൊ സിനിമ കുടുംബമാണ്. മല്ലിക ചേച്ചിയാണെങ്കിലും അവരാണെങ്കിലും ഒക്കെ എന്താ പറയാ ഫാമിലിയിലെ സിനിമയാണ്. അപ്പൊ അവര് പറഞ്ഞൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സിനിമ വരും എന്നുള്ളത് ഉറപ്പായിരുന്നു. വലിയ സുമാരൻ പറഞ്ഞ കാര്യം. പക്ഷെ പുള്ളി ഡ്രാമയും ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ പൃഥ്വിരാജ് ഒട്ടും പ്രതീക്ഷ ഉണ്ടായില്ല. പക്ഷെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ സുമാരൻ എന്ന് പറഞ്ഞ പുള്ളിയാണ് കുറച്ചുകൂടി ഹീറോ രീതിക്ക് പോയത്. സാധനമാണ്. പക്ഷെ ഇന്ദ്രജിത്താണ് കുറച്ചുകൂടി ആക്ടർ രീതിയിൽ എടുത്തു പറയുന്ന ഒരു സാധനമാണ്. അപ്പൊ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അത്യാവശ്യം നമ്മൾ ആളെ പറ്റിയിട്ടാണെങ്കിലും സിനിമനെ പറ്റിയിട്ടാണെങ്കിലും ഒക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.